ഹലോ ഓൾ, വെൽക്കം ടു ആസ്ട്ര. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ലിവറേജ് റേഷ്യോ. ലിവറേജ് പേര് കേട്ടിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? മൾട്ടിപ്ലൈ വേറെ എന്തെങ്കിലും ഉണ്ടോ? ലിവറേജ് കേട്ടിട്ട് ഓർമ്മ വരുന്നുണ്ടോ? നോക്കിയാലോ. ശരി, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതാണ് ലിവറേജ് റേഷ്യോ. എന്താണ് ലിവറേജ്? Leverage are a class of financial metrics that measures to the extent of which a company uses its borrowed money or debt. അല്ലെങ്കിൽ borrowed money എന്ന് പറഞ്ഞാൽ debt കടം to finance its assets and operation as opposed to equity. They are crucial indicators of companies' financial risk, solvency and ability to meet its long-term obligation. വേറൊന്നുമില്ല, കമ്പനിയുടെ ബോറോഡ് കടം എടുത്തിട്ട് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ബോറോഡ് ഫണ്ട് എടുത്തിട്ടില്ലേ, ഇക്വിറ്റി കമ്പയർ ചെയ്ത് എത്രത്തോളം ബോറോഡ് ഫണ്ട് എടുത്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നാണ് ഇത് കാണിക്കുന്നതെന്നറിയോ? ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് കാണിക്കുന്നതാണ്. ഇപ്പം ഈ റേഷ്യോ, നമുക്കിപ്പോൾ റേഷ്യോ എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ഇതുള്ളൂ, കമ്പനിയുടെ ഓപ്പറേഷൻസും കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകാൻ കൂടുതലായിട്ട് അമിതമായി ഡെപ്റ്റ് എടുക്കുന്നു. അതാണ് ലിവറേജ് റേഷ്യോ കാണിക്കുന്നത്. മെഷേഴ്സ് ടു വിച്ച് എ കമ്പനി യൂസസ് ഇസ് ബോറോഡ് മണി ടു ഫിനാൻസ് ഇസ് അസറ്റ്സ് ഓർ ഓപ്പറേഷൻ ആസ് ഒപ്പോസ് ടു ഇക്വിറ്റി. ഇക്വിറ്റി എടുക്കാതെ ഡെപ്റ്റ് എടുത്തിട്ട് വർക്ക് ചെയ്യുന്നു. ഇക്വിറ്റി സെയിമാണ്, ഇക്വിറ്റി മാറ്റമില്ല, നമ്മൾ ഡെപ്റ്റ് എടുക്കുന്നുള്ളൂ. ഓക്കെ, ആ ഒരു ഇതാണ് പറയുന്നത്. നോക്കിയാലോ. ഇനി നമുക്ക് ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഒന്ന് രണ്ടെണ്ണമൊക്കെ നോക്കാം. അപ്പോൾ എന്താണ് വന്നത്? ഫിനാൻഷ്യൽ ലിവറേജ് റേഷ്യോ, ഫിനാൻഷ്യൽ ലിവറേജ് ഓർ ഇക്വിറ്റി മൾട്ടിപ്ലയർ. ഇത് പറഞ്ഞാൽ ലെവറേജിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഫിനാൻഷ്യൽ. അപ്പോൾ ഇതെന്താണ്? റെഫേഴ്സ് ടു ഇക്വിറ്റി മൾട്ടിപ്ലയർ. ദിസ് റേഷ്യോ ഇസ് എ കീ ഇമ്പോർട്ടൻറ്റ് ഓഫ് ഡൂ പോയിൻ്റ് അനാലിസിസ്. നമ്മൾ പഠിക്കും, ഓരോ ഇതിൽ പഠിക്കാറുണ്ട്. വിച്ച് ബ്രേക്സ് ഡൗൺ ROE into 3. അപ്പോൾ ROE എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട് നമുക്ക്, ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി. അതിനെ 3 മാറ്റുന്ന ഒരു ഡീ പോയിൻ്റ് അനാലിസിസിലൊരു പോയിൻ്റാണ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, അസറ്റ് ടേൺ ഓവർ ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്. അപ്പോൾ അതിൽ നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് ആണ് നോക്കാൻ പോകുന്നത്. ഫിനാൻഷ്യൽ ലിവറേജിനുണ്ടോ? ഫോർമുല ഉണ്ടോ? എന്താണ്? ടോട്ടൽ അസറ്റ്സ് ബൈ ഇക്വിറ്റി, അല്ലേ? ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് ടോട്ടൽ അസറ്റ് ബൈ ഇക്വിറ്റി. അപ്പം ഇതുകൊണ്ട് എങ്ങനെ, ഇപ്പോൾ ചിലർ ചോദിക്കും, സാറേ ഇതിനകത്ത് ഡെപ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ, അല്ലേ? പക്ഷേ ആക്ച്വലി ഉണ്ട്. ഈ അസറ്റ് എന്ന് പറയുന്ന സാധനം എന്താ? എന്തിൻ്റെയൊക്കെ മിക്സാ? ഇക്വിറ്റിയും ഡെപ്റ്റിൻ്റെയും മിക്സ് അല്ലേ ഈ അസറ്റ്? ഇക്വിറ്റി താഴെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഇക്വിറ്റി കോൺസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞാൽ ഡെപ്റ്റ് നമ്മൾ എത്രത്തോളം കൂടി ഉപയോഗിച്ചാലേ ഉള്ളൂ ഈ റേഷ്യോയ്ക്ക് ഒരു മാറ്റം വരത്തുള്ളൂ. അപ്പം ഈ റേഷ്യോയ്ക്ക് ഒരു മാറ്റം വരാൻ കാരണം എന്താ? ഡെപ്റ്റ് മാത്രമായിരിക്കും. ആണോ അല്ലയോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് ഇക്വിറ്റി ആണല്ലോ. ഓക്കെ, ഇത് ഇക്വിറ്റി. നമ്മൾ A = E+L. എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് തന്നെയാണ്. E+L എന്ന് പറഞ്ഞ ഫോർമുല പഠിച്ച ഓർമ്മയുണ്ടോ? അപ്പോൾ ഈ അസറ്റിൻ്റെ ബൈഫർക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ വരും? ഇയും എല്ലും തന്നെയല്ലേ? EL = A അല്ലേ? അപ്പം ഇവിടെ ഒരു E വന്നു, അല്ലേ? ഇനി ഈ റേഷ്യോയിൽ എന്തെങ്കിലും വ്യത്യാസം വരണമെങ്കിൽ എന്ത് പറ്റണം? ഈ ലയബിലിറ്റിയിൽ, എന്നാൽ ഈ എല്ലിൽ മാത്രം വ്യത്യാസം വന്നിട്ടേക്കല്ലേ കാര്യമുള്ളൂ. എല്ലിൽ മാത്രമല്ലേ, ഡെപ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഈ റേഷ്യോ കൂടും, ഡെപ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഷ്യോ കുറയും. ബാക്കിയൊന്നും സെയിം എഫക്റ്റ് അല്ലേ? ഇക്വിറ്റിയാണ്, സെയിം എഫക്റ്റ് വരും, നല്ലായി പോകും. അപ്പം ആ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുമെന്ന് ഡെപ്റ്റ് കൊണ്ട് മാത്രമായിരിക്കും. ആൻഡ് ഇത് ഈ നോട്ട് രണ്ടെണ്ണം ഇതൊന്ന് എഴുതി വെച്ചോ. ഹയർ എന്ന് വെച്ചാൽ ഇത് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഹയർ റേഷ്യോ ആണെങ്കിൽ എ ഹയർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ കമ്പനി ഈസ് യൂസിങ് മോർ ഡെപ്റ്റ് റിലേറ്റീവ് ടു ഇറ്റ്സ് ഇക്വിറ്റി ടു ഫിനാൻസ് ഇറ്റ്സ് അസറ്റ്സ്. എന്ന് വെച്ചാൽ കമ്പനി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഈ റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡെപ്റ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. എന്തിനെ സംബന്ധിച്ച്? ഇക്വിറ്റിയെ സംബന്ധിച്ച് കൂടുതൽ ഡെപ്റ്റ് ഉപയോഗിക്കുക കമ്പനി. കുറേ ഉപയോഗിക്കുന്ന ചീത്തയാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പിന്നെ ലോവർ റേഷ്യോ. എ ലോവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ കമ്പനി റിലൈസ് ലെസ് ഓൺ ഡെപ്റ്റ് ആൻഡ് മോർ ഓൺ ഇക്വിറ്റി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് മാനേജ് ചെയ്ത് നിൽക്കാൻ പറ്റണം. ഓരോ കമ്പനിയുടെ ആവശ്യം പോലെയാണ് അത്, ഓരോരോ കമ്പനിക്ക് ഓരോ രീതിയിലാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ബാലൻസ്, കുറേ കൂടിയായി പോലെ കുറേ കുറഞ്ഞു ആയി പോലെ, നമ്മൾ ഇച്ചിരി ഡെപ്റ്റും ഒക്കെ എടുക്കുകയും ചെയ്യണം. ആ ഒരു സ്റ്റാൻഡേർഡായിട്ട് നിൽക്കാൻ പാടുള്ളൂ. ഇൻഡിവിജ്വലി ഇത് ഒരു കമ്പനിക്കായിട്ട് ഓർമ്മയില്ല, എല്ലാ കമ്പനിക്കും യുണീക്കാണ് ഇതിൽ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം.
ഇതെന്താണ് എഴുതിയേക്കുന്നത് നോക്കിയേ. BWOM Heaven is a popular independent bookstore looking to expand its online presence. At the beginning of 2020, it had a balance sheet total asset ഉണ്ടായിരുന്നു, equity 9 ഉണ്ടായിരുന്നു. By the end of 2024, after some strategic investment നടത്തി, its asset grew to 2 million. Shareholders equity stood at 1.1 million. അങ്ങനെയാണെങ്കിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് BWOM Heaven's ഫിനാൻഷ്യൽ ലിവറേജ് ഇക്വിറ്റി ഫോർ 2024 ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് ചേഞ്ച് ആൻഡ് വാട്ട് ഡസ് ദിസ് ചേഞ്ച് സജസ്റ്റ് ഇൻ ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി. അപ്പോൾ ആദ്യം നമുക്ക് തുടക്കത്തിൽ ഫിനാൻഷ്യൽ ലിവറേജ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ബിഗിനിങ് ഇയറിൽ ഇതൊന്നുമില്ല, ഇത് എളുപ്പമാണ്. ബിഗിനിങ് ഇയറിൽ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം ആദ്യം. അതാണ് നമ്മുടെ ആദ്യത്തെ ഘടകം. ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമുല എന്താണ്? ടോട്ടൽ അസറ്റ് ആണോ? ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി അല്ലേ? ഇതിനകത്ത് നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് എത്രയാണെന്ന് നോക്കാം. ഈ ഒരു കേസിൽ നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജ് എത്രയാണ്? 1.5 മില്യൺ ഇതുമായി അസറ്റുമായി 900,000 നമ്മുടെ ഇക്വിറ്റി ആയി. എത്ര വരും? 15/9 1.6 അല്ലേ? 1.67 ലിവറേജ്. നമ്മുടെ ഇക്വിറ്റിയേക്കാളും ഒരു 1.67 ടൈംസ് കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ 1.8 ഇത്ര ടൈംസ് കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഹൗ ഡിഡ് ഇറ്റ് ചേഞ്ച് കമ്പയർ ടു. അപ്പോൾ ഇത് ചേഞ്ച് വരണമെന്ന് നോക്കണമെങ്കിൽ നമുക്ക് എൻഡിങ് ഫിനാൻഷ്യൽ ലിവറേജും കൂടെ നോക്കണം. ഫിനാൻഷ്യൽ ലിവറേജ് എത്രയാണെന്നും കൂടെ നോക്കണം. ഇതേ കേസിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മാറ്റം വന്നത്? അസറ്റ് 2 മില്യൺ അല്ലേ? ഡെപ്റ്റ് കൂടി അല്ലേ? ഇക്വിറ്റി അതേപോലെ കൂടി. പക്ഷെ അതേ പ്രപ്പോർഷൻ ആണോ നമുക്കറിയത്തില്ല, നമ്മൾ നോക്കാൻ പോകും. എത്ര വന്നു? 2000 ഡിവൈഡ് ബൈ 1100 ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിൽ. ആദ്യം ഫിനാൻഷ്യൽ ലിവറേജ് ഇതും രണ്ടാമത്തെ ഇതുമായി അല്ലേ? ഇതിൻ്റെ അർത്ഥം എന്താ കാണിക്കുന്നത് അറിയാം? എന്താ കാണിക്കുന്നത്? നമ്മുടെ നേരത്തെ പ്രപ്പോർഷനേക്കാളും കൂടുതലായിട്ട് നമ്മൾ നേരത്തെ എന്താണ്, ഒരു ഇക്വിറ്റിക്ക് 1.67 ലയബിലിറ്റി ആയിരുന്നു. ഇപ്പം പിന്നെയും കൂടി. ഒരു ഇക്വിറ്റിക്ക് എത്രയാണ്? 1.8 ഡെപ്റ്റ് കൂടിയെന്നാണ് ഉദ്ദേശിക്കുന്നതിനകത്ത്. ഈ ലിവറേജ് കൂടുന്നതനുസരിച്ച് ഡെപ്റ്റ് കൂടുന്നത്. അപ്പം ഒന്നില്ല എന്തെങ്കിലും എക്സ്പാൻഷൻ പ്ലാൻ ആയിരിക്കാം, അങ്ങനത്തെ എന്തെങ്കിലും പ്ലാൻ വേണ്ടി കമ്പനി എടുത്തിരിക്കാം. ഹൗ ഡിഡ് ഇറ്റ് ചേഞ്ച് അല്ലേ? അപ്പോൾ ഈ ചേഞ്ച് നമ്മൾ കാണിച്ചു. ആൻഡ് വാട്ട് ഡസ് ദിസ് ചേഞ്ച് സജസ്റ്റ് അബൌട്ട് ഇസ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി. ഇതൊരു കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ജസ്റ്റ് ജനറലായിട്ട് മെയിനായിട്ട് ഇത് ചേഞ്ച് ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് മാത്രമല്ല മാറുന്നുള്ളൂ. അപ്പോൾ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി കമ്പനി ഇതായിരിക്കാം, ചിലപ്പോൾ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി എടുത്തായിരിക്കാം, ഇല്ലെങ്കിൽ കമ്പനിക്ക് വേറെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ കാണാം, ചിലപ്പോൾ കമ്പനിക്ക് ഇക്വിറ്റി ഇഷ്യൂ ചെയ്യാൻ താല്പര്യം കാണത്തില്ല, അതുകൊണ്ട് ഫിനാൻസ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്താൽ. അപ്പം നമുക്ക് ആ ഒരു സ്ട്രാറ്റജീസ് 3 2 ഒക്കെ എഴുതി വെച്ചാലും നല്ലതാണ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇപ്പോൾ രണ്ട് ഓപ്ഷൻസ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു, ഒരു ബിഗിനിങ്ങിലും ക്ലോസിങ്ങും. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഇന്നോവേറ്റീവ് ടെക് സൊല്യൂഷൻസ് എ സോഫ്റ്റ്വെയർ കമ്പനി വാണ്ട്സ് എന്താണ് താഴെ ചോദിച്ചിരിക്കുന്നത്? എന്താണ് to achieve the target. Okay, a company wants its project is financial structure for the second year. Okay, രണ്ടാമത്തെ ഇയറിൽ ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യണം, പ്രൊജക്റ്റ് ചെയ്യണം. their financial advisor has recommended maintaining the financial leverage. ഇത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടല്ലേ. നമുക്ക് ആദ്യം ഫോർമുല എഴുതാം. ഫിനാൻഷ്യൽ ലിവറേജ് എത്രയാണെന്ന് ഫോർമുല എന്തായിരുന്നു? ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി അല്ലേ? അപ്പം നമുക്ക് 2.5 ലിവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടു ഒപ്റ്റിമൈസ് ദെയർ ക്യാപിറ്റൽ സ്ട്രക്ചർ ദേ പ്രോജക്റ്റ് ദ ടോട്ടൽ അസറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. ഓക്കെ, ടോട്ടൽ അസറ്റ്സ് നമുക്ക് ഇത് ഡയറക്റ്റ് മിസ്സിംഗ് ഫിഗർ അല്ലേ?
അപ്പോൾ ഡയറക്റ്റ് തന്നിട്ടുണ്ട് ഡിവൈഡ് ബൈ എക്സ്. ഇത് ചെയ്താൽ മതി. നേരെ താഴോട്ട് പോകും, ഇത് മേളിലോട്ട് പോകും അല്ലേ. താഴോട്ട് വരും, ഇത് മേളിലോട്ട് പോകും. എത്ര വരും? അപ്പം ഇതിൻ്റെ ടോട്ടൽ ഇക്വിറ്റി വരുന്നതാണ് 300K. എളുപ്പമല്ലായിരുന്നോ? ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താണ് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്തതെന്ന് നോക്കുക, ആൻസർ ചെയ്യുക. എത്ര ഉള്ളായിരുന്നു? വേറെ ഒന്നുമില്ലായിരുന്നു ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. മുന്നോട്ട് പോയാലോ? ഇനി ഫിനാൻഷ്യൽ ലിവറേജിൽ തന്നെ വരുന്നതാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞ സാധനം. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എത്രത്തോളം ചേഞ്ച് ഇല്ലെങ്കിൽ ആ ഒരു സെൻസിറ്റിവിറ്റി എത്രയാണ് രീതി ചെക്ക് ചെയ്യുന്നതാണ് ഇത്. എന്ന് വെച്ചാൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ബാക്കിന് എന്ത് പറ്റും, എന്ത് ശതമാനം പറ്റും, എന്തെങ്കിലും പറ്റുമോ എന്ന് ചെക്ക് ചെയ്യത്തില്ല. സെൻസിറ്റിവിറ്റി, അതാണ് ആക്ച്വലി ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് എ ക്രൂഷ്യൽ ഫിനാൻഷ്യൽ മെട്രിക് ദാറ്റ് measures the sensitivity of companies' net income to change in its EBIT. എന്ന് വെച്ചാൽ EBITയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ നെറ്റ് ഇൻകത്തിൽ എത്രത്തോളം ചേഞ്ച് വരും എന്നുള്ളൊരു മെഷറാണ് നടത്തുന്നത്. ഓക്കെ, ഇൻ സിംപിളർ ടേംസ് the degree of financial leverage tells you how much a company's bottom line will change or profit available to bottom line. എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് നെറ്റ് ഇൻകം കൊടുത്തിട്ട് ഷെയർ ഹോൾഡേഴ്സിന് വീഴ്ച കൊടുക്കത്തില്ലേ. അപ്പം ഹൗ മച്ച് വിൽ ദ EBIT ചേഞ്ച് ഫോർ എ ഗീവൻ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഇസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. എന്ന് വെച്ചാൽ EBITയിൽ പ്രോഫിറ്റ് വ്യത്യാസം എന്തെങ്കിലും വരുമ്പോൾ എത്രത്തോളം ചേഞ്ചാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ EBITയിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നെറ്റ് ഇൻകത്തിൽ എത്രത്തോളം അഫക്റ്റ് ചെയ്യും. അപ്പോൾ EBIT നെറ്റ് ഇൻകത്തിൻ്റെ ഇടയ്ക്കുള്ള എന്തൊക്കെ കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി അല്ലേ. എന്ന് വെച്ചാൽ ആ കൂടെ EBITയും ലാസ്റ്റത്തെ നെറ്റ് ഇൻകത്തും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റും ടാക്സ്. അപ്പോൾ അതിലെന്തെങ്കിലും അഫക്റ്റ് ഒന്നാണ്. ദിസ് മാഗ്നിഫിക്കേഷൻ ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അല്ലേ, ഈസ് എ ഫിക്സഡ് ചാർജസ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു? എന്തുകൊണ്ടാണ്? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഒരു ഫിക്സഡ് ചാർജ് ആയതുകൊണ്ട് അതിലാണ് എഫക്റ്റ് വരുന്നത്. ദിസ് മാഗ്നിഫിക്കേഷൻ ഒക്കേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്താണെന്ന് നോക്കിയാൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ EBT. ഇൻട്രസ്റ്റ് മാത്രം രണ്ട് അല്ലേ. മേളിൽ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത് ബിഫോർ ഇൻട്രസ്റ്റ് ആണ്, ഇത് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആണ്, അതുള്ളൂ. പിന്നെ ഈ ഒരു കാര്യം ഈ പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് അറിയോ? ഒരു 2 ഇയർ ഒരു പ്രീവിയസ് ഇയർ ഡേറ്റ ഒക്കെ തരത്തില്ല, കമ്പയർ ചെയ്യാൻ തരുന്ന. ഇപ്പോൾ 2024ഉം 25ഉം അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ ഡേറ്റ ഇയർ 1 ഇയർ 2 എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യുമ്പോൾ അപ്പം മാത്രമേ നമുക്ക് ഈ പെർസെൻറ്റേജ് ചേഞ്ചിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഏതൊരു സിനാരിയോ തരണം, ഇങ്ങനെ ചേഞ്ച് വരും, ഇങ്ങനെ ചേഞ്ച് വന്നാൽ എങ്ങനെയാണോ. ഓക്കെ, യെസ്, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ മോർ ദാൻ 1 ഇയർ ഓർ കമ്പാരബിൾ ഡേറ്റ ഈസ് ഗിവൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് നോക്കി. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ. ഓക്കെ, ആദ്യം ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമുല എഴുതി വെച്ചു. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്തായിരുന്നു ഫോർമുല? EBIT ഡിവൈഡഡ് ബൈ EBT അല്ലേ. നോക്കിയേക്കാം എന്തായിരുന്നു? EBIT ഡിവൈഡഡ് ബൈ EBT. ഈ ഫോർമുലയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. തന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് അല്ലേ, ഇൻഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചെയ്തവർക്കും അല്ലെങ്കിൽ നോക്കാൻ പറഞ്ഞവർക്കും അവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഫോമാറ്റ് കണ്ടാൽ മനസ്സിലായി എന്താ ചെയ്യേണ്ടതെന്ന്. സെയിൽസ് എത്രയാണ്? 1 മില്യൺ. ഈ 1 മില്യൺ നമ്മൾ ആദ്യം കുറയ്ക്കേണ്ടത് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കണം. വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുന്നത് എന്താ? അത് ഡയറക്റ്റ് ആയിട്ടുണ്ടായ കോസ്റ്റ് ആയിരിക്കാം, ഇൻഡയറക്റ്റ് വേരിയബിൾ കോസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ സെയിൽസിന് ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കോസ്റ്റുകളായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്ത കോസ്റ്റുകളുണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഇത് വേരിയബിൾ കോസ്റ്റ് കുറച്ചു. ഇനി അടുത്ത കുറയ്ക്കേണ്ടതാണ് ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ ഇവിടെ ഇതിൻ്റെ പേര് കോൺട്രിബ്യൂഷൻ മാർജിൻ എന്നാണ്. ഇതിൽ നമ്മൾ കുറച്ചു. എന്ത് കുറച്ചു? നമ്മൾ വേരിയബിൾ കോസ്റ്റ് കുറച്ചപ്പോഴത്തേക്ക് നമുക്ക് കിട്ടി കോൺട്രിബ്യൂഷൻ മാർജിൻ. ഇനി നമ്മൾ കുറയ്ക്കുന്നതാണ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 200. ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് EBIT അല്ലെങ്കിൽ അഥവാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. എത്ര വന്നു? 200. അപ്പോൾ നമുക്ക് EBIT കിട്ടി. EBIT എത്ര കിട്ടി? 200,000 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി EBTയും കൂടെ കിട്ടണം. എന്താണ് EBITയിൽ EBITന്ന്
EBT-ലോട്ട് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? I മാത്രം കുറച്ചാൽ മതി അല്ലേ? I എത്ര വരും? 50,000. എത്ര വരും? 200 നിന്ന് 50,000 കുറച്ചാൽ 150. എത്ര നോക്കിയേ, എത്ര ശതമാനം ചേഞ്ച് വരും നോക്കിയേ. അല്ലേ? ഇതാണ് ഇതിൻ്റെ മെട്രിക്സ് പറയുന്നത്. ഡിഗ്രി ഓഫ് ചേഞ്ച് 1.3 അല്ലേ? 1.3 ടൈംസ് എന്നോ 1.3% എന്നോ എന്തെങ്കിലും പറഞ്ഞു. 1.3 ആണ് ചേഞ്ച് വരുന്നതിൻ്റെ റേഷ്യോയിൽ. 1 വന്നു കഴിഞ്ഞാൽ 1.3 ചേഞ്ച്, 1.3% ചേഞ്ച് വരും. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം അല്ലേ? ഇത് ഇച്ചിരി കട്ടി കൂടിയ ക്വസ്റ്റ്യനാണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കാരണം ഓബിയസ്ലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ഇതിപ്പോൾ 2 ഇയർ, അപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റുന്നല്ലേ, നമുക്ക് കണ്ടറിയാം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന 2 ഇയർ വന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് DFL ഫോർ ഇയർ 1 അല്ലേ? എന്ന് വെച്ചാൽ എന്താ? ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഫോർ ഇയർ 1 മാത്രം. ഇയർ 1ൻ്റെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇയർ 1ൻ്റെ DFL കാണുമ്പോൾ ഇയർ 1 അല്ലേ? എന്താണ് ഫോർമുല? EBIT ഡിവൈഡഡ് ബൈ EBT അല്ലേ? EBT എത്ര വരും? എത്ര വരും? മുകളിൽ 800ഉം താഴെ ഇൻട്രസ്റ്റ് കൂടെ കുറച്ച് 600 വരും. എന്നുവെച്ചാൽ 800 1.33 വരും അല്ലേ? ഇനി ഒന്നാമത്തെ കണ്ടുപിടിച്ച്. രണ്ടാമത്തെ എന്താ? യൂസിങ് DFL എസ്റ്റിമേറ്റ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഫ്രം ഏർണിംഗ് പെർ ഷെയറിലുള്ള വ്യത്യാസം കണ്ടെത്താനാണ് പറഞ്ഞത്. ഫ്രം ഇയർ 1 ടു ഇയർ 2 അല്ലേ? ഇയർ 1 ടു ഇയർ 2ലുള്ള ചേഞ്ച് കണ്ടെത്താനാണ് പറഞ്ഞത്. കണ്ടെത്താലോ, കണ്ടുപിടിക്കാം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ചേഞ്ച് നോക്കണം. ആദ്യത്തെ ഇയറിൽ നമുക്ക് ഇയർ 2ൽ നമുക്ക് എത്ര EBIT എത്ര ഉണ്ട്? പെർസെൻറ്റേജ് ചേഞ്ച് EPS അല്ലേ? ഏർണിംഗ് പെർ ഷെയർ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് കുഴപ്പമില്ല. EBT ആണ് നമ്മൾ. EBT ഇല്ലേ? കമ്പനിയുടെ പ്രോഫിറ്റ്. ഈ കമ്പനിയുടെ പ്രോഫിറ്റാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇയർ 2 ആണ്. ഇങ്ങനെ പോകണ്ട, ഇയർ 1 നിന്ന് പോകാം, അതായിരിക്കും നല്ലത്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇയർ 1 ആൻഡ് ഇയർ 2 എഴുതുക. ഇയർ 1ൽ നമുക്ക് EBT എത്ര ഉണ്ടായിരുന്നു? EBIT ആയി നമുക്ക് 1 സെക്കൻഡ്. യെസ്, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇൻട്രസ്റ്റും കൂടെ കുറയ്ക്കണം ഈ ഒരു കേസിൽ. അപ്പോൾ EBT ആണ് വരുന്നുണ്ട്. EBT EPS അല്ലേ? അപ്പോൾ ലാസ്റ്റത്തെ എടുക്കണം. ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ചിട്ട് നമുക്ക് ഇയർ 1ൽ എത്ര വരും? 800 മൈനസ് 200 എത്രയാണ്? 600. ഇതാണ് നമ്മുടെ EBT വരുന്നത്. ഓക്കെ, ഇനി ഇത് ഇയർ 2ൻ്റെ എത്ര വന്നത്? 720 അല്ലേ? 960 മൈനസ് 200 എത്ര വരും? ഇത്. ഇനി ഈ ഒരു ചേഞ്ച് എത്രയാണ്? ഇതെന്താണ് നമ്മൾ പറയുന്നത്? EPS ആണ്. ഈ EBIT ആണ് നമ്മൾ വീതിച്ചു കൊടുക്കുന്നത്. എത്രത്തോളം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് അതേ ഡിവൈഡ് ബൈ ചെയ്തിട്ട് ഇവർക്ക് വീതിച്ചു കൊടുക്കും. റിട്ടൻഷൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വീതിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഇൻക്രീസ് എത്രയാണ് വന്നത്? ഒരു 120,000 ഇൻക്രീസ് വന്നില്ലേ? ആ പെർസെൻറ്റേജ് ചേഞ്ചാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റനിൽ. അപ്പോൾ എന്ത് ചെയ്യണം? 120 ഡിവൈഡഡ് ബൈ എത്രയാണ്? ബേസ് ഇയറിലല്ലേ നമ്മൾ ചേഞ്ച് നോക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻറ്റു 100 എത്ര വരും? 120 ഡിവൈഡ് ബൈ 60. അപ്പം ഏകദേശം 20% അല്ലേ? 20% ആണ് നമ്മുടെ ഇൻക്രീസ് വന്നത്, ചേഞ്ച് വന്നത് അല്ലേ? ഇയർ 1ൽ നിന്ന് ഇയർ 2ലോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ 20% അല്ലെങ്കിൽ EPS ഏർണിംഗ് പെർ ഷെയർ 20% കൂടി. അപ്പോൾ നമുക്ക് സെക്കൻഡും കിട്ടി. ഇനി തേർഡ് എന്താണ്? എന്താ പറഞ്ഞിരിക്കുന്നത്? കമ്പയർ യുവർ എസ്റ്റിമേറ്റ് ടു ആക്ച്വൽ EPS ഇഫ്
ടാക്സിസ് നേരത്തെ കേസിൽ നമുക്ക് ടാക്സ് എന്നല്ല, ഈ പ്രാവശ്യം ടാക്സ് തന്നിട്ടുണ്ട്, EPS കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കണ്ടുപിടിക്കുന്നത് എന്താ? ഇയർ 1 സ്ഥലം കുറഞ്ഞു പോയോ? ഇല്ല, അങ്ങോട്ടെടുക്കാം അല്ലേ, ഇങ്ങോട്ടെടുക്കാം. ഓക്കെ, ഇയർ 1 നമുക്ക് ഡേറ്റ എന്താ തന്നിരിക്കുന്നത്? നമ്മുടെ EBIT എത്രയായിരുന്നു? ഇയർ 1 EBIT നമ്മൾ എത്രയായിരുന്നു? 600K ആണെന്ന് പറഞ്ഞു, 600,000 ആണെന്ന് പറഞ്ഞു. ഇനി ഇതിൽ നിന്ന് നമുക്ക് ടാക്സ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് അല്ലേ. ടാക്സും കൂടെ കുറച്ച് എമൗണ്ട് അല്ലേ നമ്മൾ കൊടുക്കത്തുള്ളൂ. ഏതിന്? ടാക്സും കൂടെ കുറച്ച് എമൗണ്ട് അല്ലേ നമ്മൾ ഇത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കത്തുള്ളൂ. ടാക്സ് എത്രയായിരുന്നു? 25% അല്ലേ, 25%. അപ്പം ഡയറക്റ്റ് 25 കഴിഞ്ഞ് ബാക്കി എത്ര കിട്ടുന്നു നോക്കിയേ. 600 × 0.75 ചെയ്താൽ പോരെ, 25യുടെ ബാക്കി ടാക്സ് കഴിഞ്ഞ് നമുക്ക് ഇത്രയും രൂപ ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ച് കൊടുക്കാൻ കാണും. ഇനി അവിടെ നിൽക്കട്ടെ, അത് ബാക്കി ഒരു ഇതും കൂടെ ചെയ്യാനുണ്ട്, അവിടെ നിൽക്കട്ടെ. ഇയർ 2 നമുക്ക് നോക്കാം. ഇയർ 2 എത്ര ഉണ്ടായിരുന്നു? 720 EBIT ഉണ്ടായിരുന്നു അല്ലേ, EBT ഉണ്ടായിരുന്നു. ഇനി ഇതിൽ നിന്ന് നമുക്ക് ടാക്സ് കുറയ്ക്കാൻ പറ്റത്തില്ലേ? ടാക്സ് എത്രയാണ്? 25%. ഒരു മിനിറ്റ്, ടാക്സ് 25%. കുറച്ച് എത്ര കിട്ടും? 720.75 എത്ര വരും? 540 അല്ലേ. ടാക്സും കൂടെ കുറച്ചിട്ട് 540 വന്നു. ഇതാണ് വന്നത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരുന്നു, കമ്പയർ യുവർ ആക്ച്വൽ EPS ചേഞ്ച് ഇഫ് 20%. ഓക്കെ, ഈ 2 വർഷത്തിലുള്ള ചേഞ്ച് അല്ലേ. ആക്ച്വലി നമുക്ക് EPS തന്നിട്ടുണ്ട്, നമുക്ക് നമ്പർ ഓഫ് ഷെയർസും തന്നിട്ടുണ്ട്. നമ്മൾ ഇത് വെച്ച് ഇപ്പോൾ എന്ത് കിട്ടി? ഇതാണ് വീതിച്ച് കൊടുക്കുന്നത് നമ്മളിപ്പോൾ. ഇതാണ് നെറ്റ് ഇൻകം വരുന്നത്. ഈ നെറ്റ് ഇൻകം നമ്മൾ വീതിച്ച് കൊടുക്കും. എത്ര പേർക്ക് കൊടുക്കണം? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 1 lakh ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഉണ്ടെന്ന് അല്ലേ. അപ്പം 1 ലക്ഷം പേർക്ക് നമ്മളിങ്ങനെ കൊടുക്കുക. എടുത്തോ. അപ്പോൾ 4.5 ആണ് EPS, ഏർണിംഗ് പെർ ഷെയർ വന്നു, ഡോളേഴ്സ് പെർ ഷെയർ. ഇവിടെ എത്ര വന്നു? ഇവിടെ അത് തന്നെയല്ലേ, 100 / നമ്പർ ഓഫ് ഷെയർസ് തന്നെ. അപ്പം 5.4 EPS അല്ലേ, ഏർണിംഗ് പെർ ഷെയർ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതാണ്, ഈ ചേഞ്ചാണ് ഉണ്ടായത്. ഇനി ഇതിൻ്റെ ചേഞ്ച് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? നേരെ ഇപ്പോൾ എത്ര ഇൻക്രീസ്, ഇത് ചെയ്തിട്ടുള്ള ഇൻക്രീസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം അല്ലേ? ക്വസ്റ്റ്യൻ അങ്ങനെയല്ലേ ചോദിച്ചിരിക്കുന്നത്. കമ്പയർ യുവർ എസ്റ്റിമേറ്റ് ടു ആക്ച്വൽ EPS ചേഞ്ച്. അപ്പോൾ എത്രയാണ് ചേഞ്ച് എന്ന് നോക്കാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ശരി, ചേഞ്ചും കൂടെ കണ്ടുപിടിക്കാം, ചേഞ്ച് പെർസെൻറ്റേജും കൂടെ. 5. ഞാൻ എവിടെയോ ഒന്ന് തെറ്റ് കാണിച്ചല്ലോ. ഇത് 760 അല്ല 960 ആയിരുന്നല്ലേ. ഓക്കെ. എനിക്കൊരു തെറ്റ് പറ്റി. ഒന്നുമില്ല, ചെറിയൊരു തെറ്റ്, ഞാനൊന്ന് മാറ്റിയേക്കാം. ഇനി നിങ്ങളത് കണ്ട് ഇതാക്കണ്ട. 960 ഇൻറ്റു 960 മൈനസ് 760 ആയിരുന്നുണ്ട്, ഞാൻ ആ 620 ആയിട്ട് എടുത്തത്. അപ്പോൾ ഇൻക്രീസ് വന്നപ്പോഴത്തേക്കും 160 ഇൻക്രീസ് വന്നു. 160,000 അടുത്ത് ഇൻക്രീസ് ചേഞ്ച് വന്നു. അങ്ങനെയാണെങ്കിൽ 160 ആണെങ്കിൽ 160 ഡിവൈഡ് ബൈ 600, 26% അടുത്ത് ചേഞ്ച് വന്നിട്ടുണ്ട്. 27 കൂട്ടിക്ക് 26.66 വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കറണ്ട് ഇയറിൽ ഇപ്പോൾ ഇത്രയും ചേഞ്ച് ടാക്സും ഔട്ട്സ്റ്റാൻഡിങ്ങും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എത്രയാണ് ചേഞ്ച് വന്നിരിക്കുക നമുക്ക് നോക്കണം. എത്രയാണ് ചേഞ്ച് പെർസെൻറ്റേജ് കാണുന്നത്? എങ്ങനെയാണ്? 5.4 മൈനസ്, അപ്പോൾ ഇവിടെയും മാറുമല്ലോ അല്ലേ, ഇവിടെയും മാറും. 760 നമ്മുടെ ഇവിടെ ബാലൻസ് വരുന്നത്. 760യുടെ 75% എത്രയാണ്? 570. ഓക്കെ, ഇപ്പോൾ 5.7 വരും.
ഇവിടെ എത്ര വരും പെർസെൻറ്റേജ് ചേഞ്ച് എത്ര വരും 5.7 മൈനസ് 4.5 ഡിവൈഡ് ബൈ 4.5 ഇൻറ്റു 100 ചെയ്ത് നോക്കി എത്ര വരും 0.7 മൈനസ് 4.5 ബൈ 4.5 ഇൻറ്റു 100 എത്ര വന്നു 26.667. ഓക്കെ, ആ ഒരു പെർസെൻറ്റേജ് ചേഞ്ചാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഏത് ഡിഗ്രി ഓഫ് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നേരത്തെ കമ്പയർ ചെയ്യുന്നേക്കാളും ഈ ഒരു ചേഞ്ചാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻസിനകത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത് ഓരോന്നോരോന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. കമ്പയർ ആൻഡ് എസ്റ്റിമേറ്റ് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്തില്ലേ, ആ ഒരു കാര്യം വരത്തുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, നോക്കി ചെയ്യുക. ഇതിൻ്റെ ഹെഡിങ് ഓപ്പറേറ്റിംഗ് ആണ്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ്. ഇത് അടുത്തതാണ് DOL, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. DOL നമ്മളിപ്പോൾ DFL പഠിച്ചു, ഇനി ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് വ്യത്യാസം അല്ലേ? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് മെഷേഴ്സ് ഹൗ സെൻസിറ്റീവ് എ കമ്പനീസ് ഓപ്പറേറ്റിംഗ് ഇൻകം ഈസ് ടു ദ ചേഞ്ച് ഇൻ സെയിൽസ്. നേരത്തെ നമ്മൾ എന്തായിരുന്നു നോക്കിയത്? നേരത്തെ ജസ്റ്റ് എന്തായിരുന്നു വായിച്ചു നോക്കിയേ, എന്തായിരുന്നു അല്ലേ, നമ്മൾ EPSനുള്ള ചേഞ്ച് ആയിരുന്നു നോക്കിയത്, അല്ലെങ്കിൽ നെറ്റ് ഇൻകത്തിലുള്ള ചേഞ്ച് ആയിരുന്നു നോക്കിയത്. ഇനി നമ്മളിപ്പോൾ കോൺട്രിബ്യൂഷൻ മാർജിനോ അല്ലെങ്കിൽ സെയിൽസിൽ ചേഞ്ച് ഉണ്ടാകുന്ന എന്താണെന്ന് നോക്കുക. വ്യത്യാസം കണ്ടോ? ഓപ്പറേറ്റിംഗ് മേളിലോട്ട് കയറിപ്പോയി. പിന്നെ നമ്മൾ നേരത്തെ നെറ്റ് ഇൻകത്തിന് ചേഞ്ച് എത്രയാണെന്ന് നോക്കി, ഇപ്പോൾ നോക്കുന്ന എന്താണ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിന് ചേഞ്ച് അല്ലേ, ഈസ് ടു ദ ചേഞ്ച് ഇൻ സെയിൽസ്. ഒരു ചേഞ്ച് സെയിൽസിലൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെയിൽസിൽ ഫോർകാസ്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ഇൻകത്തിന് എത്രത്തോളം ചേഞ്ച് വരും എന്നാണ് നമ്മൾ നോക്കുന്നത്. It reflects impact of fixed cost in cost structure. The higher the fixed cost, the higher the DOL, and thus the more volatile EBIT is with respect to revenue. DOL shows a small percentage of change in sales leads to a higher percentage change of ഇത്. അപ്പോൾ ചെറിയൊരു നമ്മളിത് പറയുന്നത് എന്നാ, ഒരു സെയിൽസിൽ ചെറിയൊരു ഇത് വന്നാലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് അല്ലെങ്കിൽ EBITക്ക് എത്രത്തോളം ചേഞ്ച് വരും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതാണ് ഫോർമുല. കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡ് ബൈ EBIT എന്ന് പറഞ്ഞാണ് ഫോർമുല വരുന്നത്. ഇത് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് ആട്ടോ. ഒരു ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ഹയർ ആണെങ്കിൽ എന്താണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു കേസിൽ DOL അല്ലേ, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. നേരത്തെ നമ്മൾ ചെയ്ത സെയിം സാധനം എന്താണ്, ഇതിൻ്റെ നേരെ എഴുതേണ്ടത് എന്താണ്, കോൺട്രിബ്യൂഷൻ മാർജിൻ താഴെ എന്താണ് EBIT അല്ലേ, EBIT അല്ലായിരുന്നോ, കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡ് ബൈ EBIT നേരെ എഴുതുക. ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ എങ്ങനെ അറൈവ് ചെയ്യുന്നത്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മാർജിൻ. അറിയാത്തൊരു എഴുതി വെച്ചോ, കുറേ പേര് ഡൗട്ടൊക്കെ വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നതാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ. ഓക്കെ, ഇനി കോൺട്രിബ്യൂഷൻ മാർജിൻ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാലാണ് ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ EBIT കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതി ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് തമ്മിലുള്ള രണ്ടുമുള്ള വ്യത്യാസം എന്താ? ഫിക്സഡ് കോസ്റ്റ്. ഇത് തമ്മിലുള്ള ചേഞ്ച് എന്താ? ഫിക്സഡ് കോസ്റ്റ്. അപ്പം ഡിഗ്രി ഓഫ് ചേഞ്ച് നോക്കുക. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിന് എന്തെങ്കിലും ചേഞ്ച് എത്ര ശതമാനം ചേഞ്ചാണ് ഇതിന് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ റിലേഷൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും 20 സെയിൽസ് വാല്യൂ ആയ 20 വേരിയബിൾ ആയ 2. അപ്പോൾ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടിയില്ലേ? ഇപ്പുറത്ത് ചെയ്യുക അല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവും. സെയിൽസ് എത്ര വന്നു? സെയിൽസ് ഇതാണ് പറയുന്നത്. പെർ യൂണിറ്റ് സെയിൽസ് എത്രയാണ്? 20. വേരിയബിൾ എത്രയാണ്? 12. കോൺട്രിബ്യൂഷൻ എത്ര കിട്ടി? 8. ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 8 രൂപ കിട്ടും. അങ്ങനെ എത്ര സാധനം നമ്മൾ വിൽക്കുന്നുണ്ട്? 10,000 സാധനം വിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ 8 ഇൻറ്റു 10,000 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടി? 80,000 കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടി. ആണോ അല്ലയോ? കിട്ടി. ഇനി EBIT. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? 8 ഇൻറ്റു കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയായിരുന്നു? 80,000. 8 ഇൻറ്റു 10,000 അല്ലേ, കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടി. ഇതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കണം, എന്നാലും EBITയിലോട്ട് എത്താൻ പറ്റത്തുള്ളല്ലോ. EBIT വേണമല്ലോ. കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 40,000 രൂപ കിട്ടി അല്ലേ, 40,000 രൂപ കിട്ടി. അപ്പോൾ എത്ര വന്നു? 80,000 ഡിവൈഡ് ബൈ 40
എത്ര കിട്ടി? 2 അല്ലേ? അപ്പം ഡിഗ്രി ഓഫ് ചേഞ്ച് എത്രയാ? എന്താണ് ഡിഗ്രി ഓഫ് ചേഞ്ച് എത്ര വരും? പറ. ഡിഗ്രി ഓഫ് ചേഞ്ച് ഈ ഇൻ്റർപ്രിട്ടേഷൻസ് വായിച്ചിട്ട് എത്രത്തോളം ഇതാണ് വരുന്നതെന്ന് പറ. EBIT വായിച്ചിട്ട് പറ. എന്താ മനസ്സിലായത്? നമുക്ക് 2 ടൈംസ് ചേഞ്ച് ആണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായാൽ മതി. 2 ഡിഗ്രി ഓഫ് ചേഞ്ചസ് ആണ് നമ്മുടെ ഇത് സെയിൽസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് EBITയിൽ ഉണ്ടാകുന്നത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അടുത്ത, കാരണം ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. DFL മാത്രം ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. DTL ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഇപ്പം ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജ് ഉണ്ടോ? ഇതിൽ എന്താണ് എഴുതിയേക്കുന്നത്? ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജ് മെഷേഴ്സ് ഹൗ എ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് അഫക്ട്സ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS. ഒരു സെയിൽസിന് എത്ര മാറ്റം ഉണ്ടായാൽ അതിൽ എത്രത്തോളം മാറ്റം EPSനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. സെയിൽസിൻ്റെ ഒരു മാറ്റം EPSനെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ മറ്റേൻ്റെ ഒരു കമ്പൈൻഡ് ഫോർമുലയാണ്. അതെങ്ങനെ ഫോർമുല ഡിറൈവ് ആയെന്ന് പറഞ്ഞാൽ, മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. മറ്റേത് CM/EBIT അല്ലേ. ഇതാണ് DOLൻ്റെ, ഇതാണ് DFLൻ്റെ ഫോർമുല. അപ്പം ഇവിടെ ആക്ച്വലി ഇതും കട്ടായി പോവുക. അപ്പം CM/EBIT എന്ന് പറഞ്ഞൊരു ഫോർമുല, EBT എന്ന് പറഞ്ഞൊരു ഫോർമുല ജനറേറ്റ് ആയി വരിക. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ഇതിൽ വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന ആ ഒരു ഫോർമുല ബ്ലാക്ക് ആൻഡ് വരുന്നു, കുഴപ്പമില്ല. ഈ ഒരു ഫോർമുല വരുന്നത് CM/EBIT എന്ന് ഓർത്താൽ മതി. ഇതിൻ്റെ ഒരു ഫോർമുലയാണ് ഇത്. ഓക്കെ, CM/EBIT ഇത് എഴുതി വെച്ചാൽ നിങ്ങൾ, ഇതായിരിക്കും ചുമ എളുപ്പം. ഈ ഫോർമുല ഇങ്ങനെ ഡിറൈവ് വരുന്നത്. പിന്നെ ഇൻ്റർപ്രിട്ടേഷൻസ് ഒന്ന് വായിച്ചു വിട്ടേക്ക്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഹൈ DFL മീൻസ് എ സ്മോൾ ചേഞ്ച് ഇൻ സെയിൽസ് റിസൾട്ട്സ് ഇൻ എ ലാർജ് ചേഞ്ച് ഇൻ EPS. ഒരു സ്മോൾ ചേഞ്ച് സെയിൽസിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രത്തോളം ശതമാനം ഉണ്ടാകുന്നതാണ്. അപ്പം ഒരു നല്ലൊരു ഹൈ ആണെങ്കിൽ ഹൈ ചേഞ്ച് ആയിരിക്കും. ഒരു ചെറിയ ചേഞ്ച് സെയിൽസിന് വന്നു കഴിഞ്ഞാൽ നല്ല ചേഞ്ച് ഏതിന് വരും? EBITക്ക് വരും. നല്ല രീതിയിലായിരിക്കാം. വെച്ചാൽ ഇപ്പോൾ സെയിൽസ് ഒരു 10% കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ 20% EPS കൂടും. അപ്പം ആ ഒരു ഇതാണ് ഹൈ DTL എന്ന് പറയുന്നത്. അപ്പോൾ ഏർണിങ്സ് ആർ മാഗ്നിഫൈഡ്. ഇതൊന്ന് വായിച്ച് നോക്കുക. ഇതാരൊക്കെ യൂസ് ചെയ്യുന്നു, ഇതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചേഴ്സും ഡിസിഷൻസും ഒക്കെ എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഇതിൻ്റെ ഫോർമുല ഇതാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫോർമുല. പിന്നെ പെർസെൻറ്റേജ് കമ്പയർ ചെയ്യാനൊക്കെയുള്ളെങ്കിൽ പെർസെൻറ്റേജ് ഫോർമുല ഉപയോഗിച്ചാൽ മതി, താഴെയുള്ളത്. ഇതിൻ്റെ നമുക്ക് ഡീറ്റെയിൽ നോക്കിയാലോ. ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജ് നോക്കാം. ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജ് എന്തായിരുന്നു ഫോർമുല? CM/EBT അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് CM കാണണം എങ്ങനെയാണ്? സെയിൽസിൽ നിന്ന് എന്ത് കുറയ്ക്കും? വേരിയബിൾ കോസ്റ്റ് കുറച്ച് എന്ത് കിട്ടും? CM കിട്ടും. CM കിട്ടിയോ? CM എത്ര കിട്ടി? CM 200,000 കിട്ടിയേ അല്ലേ. ഇതിൽ നിന്ന് ഇത് കുറച്ചു, ഇത് കിട്ടി. അപ്പോൾ CM എത്ര കിട്ടി? 200 കിട്ടി. ഇനി നമുക്ക് വേണ്ടത് EBT അല്ലേ. എന്ത് കുറയ്ക്കും? ഫിക്സഡ് കോസ്റ്റ് കുറച്ചു. ഫിക്സഡ് കോസ്റ്റ് എത്രയായിരുന്നു? 100 കുറച്ച്. ബാക്കി എത്ര വന്നു? 100 വന്നു, 100K വന്നു. ഇതെന്താണ്? EBIT. ഇനി ഇൻട്രസ്റ്റ് ഇല്ലേ, ഇൻട്രസ്റ്റ് കുറയ്ക്കണ്ടേ? 40,000 ഇൻട്രസ്റ്റ് കുറച്ചു. ഇപ്പോൾ എത്ര വന്നു? 60. ഇപ്പോൾ എത്രയാണ്? ഇതാണ് EBT. കിട്ടിയില്ലേ? 60. എത്ര ഒരു ആൻസർ? 3.33 അല്ലേ. 3.33. അപ്പോൾ അത്രത്തോളം വേരിയേഷൻസ് വരുന്നുണ്ട്. മനസ്സിലായോ? അത്രത്തോളം വേരിയേഷൻസ് വരുന്നുണ്ട്. കോൺട്രിബ്യൂഷൻ മാർജിനിൽ ഒരു ചെറിയ വന്നു കഴിഞ്ഞാൽ EBTയിൽ ഇത്രയും വേരിയേഷൻസ് വരും, അല്ലെങ്കിൽ ഇത്രയും ഡിഗ്രി ഓഫ് ചേഞ്ച് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയൊരു ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഇത്രയും വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഡയറക്റ്റ് ഇല്ലേ, DOLും നമുക്ക് എന്താ പറയും, DFLും തരും. അപ്പം ഡയറക്റ്റ് നമുക്ക് DTL കണ്ടുപിടിക്കുക. ഇത് ഭയങ്കര എളുപ്പമാണ്. ഇതെന്ത് ചെയ്യണമെന്ന് അറിയോ? നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ ട്രിക്കാണ് നേരെ മൾട്ടിപ്ലൈ. ഇത് നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
അപ്പോൾ 2.5 ഇൻറ്റു 1.6 എത്ര വന്നു? ആൻസർ 4. ഇത്രേ ഉള്ളൂ. മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ചിലവർ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ ഇതാണ് പെട്ടെന്ന് ട്രിക്കാണിത്. ഇതെന്താ മനസ്സിലാകാത്തതുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതാണ് എൻ്റെ ട്രിക്ക്. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. DFL ഇൻറ്റു DT ഇൻറ്റു DOL ഈസ് ഈക്വൽ ടു DTL എന്നാൽ DTC ആലോചിച്ചാൽ മതി. DTL ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജും ഇൻറ്റു ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ചെയ്തതിന് എന്ത് കിട്ടും? ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജ് കിട്ടും. ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കി. ഇത് ഇച്ചിരി എളുപ്പമാണ്. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഒരു ഹോംവർക്ക് തന്നെ ചെയ്ത് നോക്കിയോ ഹോംവർക്ക്. അതോ ഇത് ഹോംവർക്കാണോ? ഇതാണ് ഹോംവർക്ക് എന്നിട്ട് കാര്യമുള്ളൂ. ഇത് ഹോംവർക്കാരാണ്. ഇത് ഹോംവർക്ക്. സോ മറ്റേത് ക്യാൻസൽ. ഇത് ക്യാൻസൽ. ഇതിപ്പോൾ ചെയ്തേക്കാം. ഇതൊന്നുമില്ല. ഇപ്പോൾ നമുക്കൊന്ന് ചെയ്തേക്കാം. മറ്റേത് നിങ്ങൾ ഇത്രയും നേരം പഠിച്ചൊന്ന് ആപ്ലിക്കബിൾ ചെയ്യണം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. അതായിരിക്കും നല്ലത്. ഇതെന്ത് വരും? എങ്ങനെ വരും? DTL ആദ്യം ഫോർമുല എഴുതിക്കേ. CM ബൈ എന്താണ്? CM ബൈ EBT. CM എത്ര വരും? സെയിൽസിൽ നിന്ന് വേരിയബിൾ കുറയ്ക്കുക, കുറച്ച് എത്ര കിട്ടും? 300 കിട്ടി. ഇത് നേരത്തെ സെയിം ക്വസ്റ്റ്യൻ ആണോ? അല്ലല്ലേ, ചെറിയൊരു വ്യത്യാസമുള്ളത്. ഓക്കെ. കുഴപ്പമില്ല. അപ്പം ഇതെന്താ? കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടി. കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ത് ചെയ്തു? ഫിക്സഡ് കോസ്റ്റ് കുറച്ചു. ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 150 കിട്ടി. ഇതെന്താണ്? ഇതിൻ്റെ പേരെന്താണ്? EBIT. EBIT നിന്ന് എന്ത് കുറയ്ക്കണം? I കുറയ്ക്കണം. എന്നാലല്ലേ നമുക്ക് ടീലോട്ട് എത്താൻ പറ്റും. നമുക്ക് ലാസ്റ്റ് വേണ്ടത് EBT ആണ് വേണ്ടത്. EBIT I എത്രയാ? 150K. അപ്പോൾ ബാലൻസ് എത്ര വരും? 100K. ഇനി എത്ര കിട്ടി? കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര നമുക്ക് കിട്ടിയത്? 300. ഇതെന്താണ്? EBIT എന്താ കിട്ടിയത്? EBT എന്താ കിട്ടിയത്? 100K. എത്രയായി ടോട്ടൽ? 3 അല്ലേ? ഇത്രേ ഉള്ളൂ. ഈ ഒരു കാര്യം, ഈ ഒരു ടേബിൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യ്. ഈ ടേബിൾ നമ്മുടെ ബുക്കിൽ ഹോക്കിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് കയറി നമ്മൾ പഠിക്കുമ്പോൾ ഇത് കറക്റ്റ് ആ പെർഫോമ പഠിച്ച് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിടാം. കുറേ നേരം വെയിറ്റ് ഒന്നും ചെയ്യണ്ട. ഓക്കെ. സോ ഇത് ഹോംവർക്കാണ്. ഇത് ചെയ്യണം നിങ്ങളെല്ലാവരും. ഇതെല്ലാവരും ഒന്ന് ചെയ്തിട്ട് വാ. ഓക്കെ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യനാണ് ഇതും അല്ലേ? ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് ചെയ്താൽ മതി. ഓക്കെ. ശരി. താങ്ക് യു ഓൾ ആൻഡ് ഡ്രീം ബിഗ്. ശരി, ആയിക്കോട്ടെ.